കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു നല്ല സമയം നിങ്ങളുടെ മുമ്പിൽ തിരുവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ആൻഡ്രൂസ് വർഗീസ്. ഇന്നു മുതൽ തുടർമാനമായി ചില ചിന്തകൾ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ ആഴമേറിയ ഒരുപാട് ലോക നേതാക്കന്മാരെ ചിന്തിപ്പിച്ചിട്ടുള്ള, ഒരുപാട് പേർക്ക് മാർഗദർശനവും വഴികാട്ടിയുമായി മാറിയിട്ടുള്ള വളരെ അർത്ഥസമ്പുഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രസംഗമാണ് ഗിരിപ്രഭാഷണം എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ആ പ്രഭാഷണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ഈ പ്രഭാഷണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നത്തെ എൻ്റെ ചിന്ത ഒരു ആമുഖ ചിന്ത മാത്രമാണ്. എന്നാൽ തുടർമാനമായി ഗിരിപ്രഭാഷണ ഇതളുകൾ എന്നുള്ള പേരിൽ ഇതിൻ്റെ തുടർ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഇത് നാം ഒരുമിച്ചുള്ള ഒരു പഠനമായി, ദൈവവചനത്തിൻ്റെ ചിന്തയായി മാറട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ പ്രത്യാശിക്കുകയും ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ സൗകര്യപ്രദമായി ഇതിൻ്റെ തുടർ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ചിന്ത ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരാമുഖമായി ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അല്പം അറിവ് നമുക്കുണ്ടാകണമല്ലോ. അങ്ങനെയുള്ള പഠനത്തിലേക്ക് അല്പസമയം നാം ഒരുമിച്ച് കയറുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രഭാഷണത്തെ ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം അവസരം നൽകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ലോകത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഇത്ര ആധികാരികമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന, കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. നാം ഈ പ്രഭാഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ വരുന്നത്, നാം ഒരു പ്രഭാഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രഭാഷണം അഥവാ പ്രസംഗം അല്ലെങ്കിൽ പ്രീച്ചിങ്ങിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിന് മുമ്പായി തന്നെ പ്രീച്ചറെക്കുറിച്ച്, പ്രഭാഷകനെക്കുറിച്ച്, പ്രസംഗകനെക്കുറിച്ച് ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ആരാണ് പ്രസംഗിക്കുന്നത്? ഇവിടെ പ്രസംഗകൻ അല്ലെങ്കിൽ പ്രഭാഷകൻ എന്ന് പറയുന്നത് ദ ഗാഡ് ഇൻകാർണേറ്റ്, ദൈവം ജഡമായി അവതരിച്ച ദാറ്റ് ബ്ലെസ്സഡ് മാൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം ജഡമായി തീർന്നവനാണ് ഈ പ്രഭാഷണത്തിലെ പ്രഭാഷകൻ. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാനുഷിക പ്രഭാഷണങ്ങളെക്കാളും, എല്ലാ തത്വചിന്താപരമായ പ്രഭാഷണത്തെക്കാളും വളരെ അർത്ഥസമ്പുഷ്ടമായതും ആത്മീക ജീവൻ ഉൾക്കൊള്ളുന്നതുമായ പ്രഭാഷണമാണ് ഈ ഭാഗങ്ങളിൽ നാം കാണുവാനും പഠിക്കുവാനുമായി പോകുന്നത്. യേശുവിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ധാരാളം വകയുണ്ട്.
ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നത് ജഡമായി തീർന്ന ദൈവമായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു ജഡാവതാരം എടുത്തില്ലെങ്കിൽ, ക്രിസ്തു കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി അവൻ മരണപ്പെട്ടില്ലെങ്കിൽ, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരുന്നില്ലെങ്കിൽ, നാം പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന നിത്യജീവനെക്കുറിച്ചും ക്രിസ്തുവും ഒരുമിച്ച് നാം കഴിക്കുവാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുമൊക്കെയുള്ള പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും സാധ്യമല്ലാതെ പോയനെ. എന്നാൽ അത് സാധ്യമാക്കി തീർത്ത കർത്താവിൻ്റെ ജീവിതത്തെ ഓർത്ത്, അവൻ്റെ പഠിപ്പിക്കലുകളെ ഓർത്ത് ഇന്ന് യേശുവിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നമ്മുടെ ഈ പഠന പരമ്പര നാം ആരംഭിക്കുക. It is an awesome message. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മെസ്സേജാണ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ യേശു ലോകത്തിന് നൽകുന്നത്. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: It is a message from the very court of God to man through God incarnate. എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ സദസ്സിൽ നിന്ന്, ദൈവം തന്നെ, മനുഷ്യരൂപമെടുത്ത ദൈവം തന്നെ, അതെ, ക്രിസ്തുവിലൂടെ ഡയറക്റ്റായിട്ടൊരു ഇൻ്റർമീഡിയറി ഇല്ലാതെ മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവവചനത്തിൻ്റെ സത്തകളാണ് നാം ചിന്തിക്കുവാനും പഠിക്കുവാനും ആരംഭിക്കുന്ന ഈ ഗിരിപ്രഭാഷണത്തിലെ ചിന്തകൾ. ഞാൻ പറഞ്ഞല്ലോ, മത്തായി സുവിശേഷം വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങൾ, ഒരു സുവിശേഷമേ ഉള്ളൂ. 4 എഴുത്തുകാർ വ്യത്യസ്ത നിലയിൽ യേശുവിൻ്റെ സുവിശേഷം എഴുതിയിട്ടിരിക്കുന്നു. ആ 4 എഴുത്തുകാരിൽ ആദ്യത്തെ എഴുത്തുകാരനായി പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മത്തായി എഴുതിയ സുവിശേഷമാണ്, മത്തായിയുടെ സുവിശേഷമാണ്. അദ്ദേഹം ഒരു ടാക്സ് കളക്ടറായിരുന്നു, അല്ലെങ്കിൽ ചുങ്ക പിരിവുകാരൻ, കരം പിരിക്കുന്നയാളായിരുന്നു. ആൻഡ് നൗ, after having an encounter with Jesus Christ, he became the collector of souls. ആത്മാക്കളെ പിരിച്ചെടുക്കുന്ന, ആത്മാക്കളെ കൂട്ടുന്ന ഒരുവനായി യേശു അവനെ മാറ്റി. ആ മത്തായിയുടെ ദൃഷ്ടിയിൽ, മത്തായിക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത തൻ്റെ ആ കാഴ്ചപ്പാടിൽ എഴുതിയിരിക്കുന്ന ആ സുവിശേഷത്തിൽ, ഒന്നാമത്തെ സുവിശേഷമെന്ന് നാം വിളിക്കുന്ന മത്തായി സുവിശേഷത്തിലാണ് ഗിരിപ്രഭാഷണം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ചില വാക്യങ്ങളൊക്കെ, ഏകദേശം 30 വാക്യത്തോളം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രഭാഷണത്തിൻ്റെ ഭാഗങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ 5, 6, 7 അധ്യായങ്ങളിലായി ഏറെക്കുറെ 107, 108 വാക്യങ്ങളിലായി ഈ പ്രസംഗം, ഈ പ്രഭാഷണം മുഴുവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ ചിന്തകൾ തുടർന്ന് നാം പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരും എന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുകയാണ്. ലോകത്ത് ഒരുപാട് പ്രഭാഷകർ ഉണ്ടായിട്ടുണ്ട്. പ്രഭാഷണം, ആ പ്രഭാഷണ കല ഒരു മനുഷ്യനെ പിടിച്ചിരുത്തുവാൻ പോകുന്നതാണ്, ചിന്തിപ്പിക്കുവാൻ പോകുന്നതാണ്, അവൻ്റെ ചിന്താഗതികളെ മാറ്റിമറിക്കുവാൻ പോകുന്നതാണ്. അത് രാഷ്ട്രീയ സാമൂഹിക രംഗത്തും ആത്മീക രംഗത്തും പ്രഗത്ഭരായ ഒരുപാട് പ്രസംഗകർ, പ്രഭാഷകർ കേരളക്കരയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭാരതദേശത്തുമൊക്കെ കാലാകാലങ്ങളിലായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവരൊക്കെയും അവരുടേതായ ഭാഗങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്.
എടുത്തു പറയുവാൻ അനേക പേരുകളുണ്ട്. ലോകത്തിലേക്ക് നോക്കിയാൽ അമേരിക്കയുടെ ആ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് മാർട്ടിൻ ലൂതർ, ഹീ വാസ് എൻ അമേസിങ് പ്രീച്ചർ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ പ്രഭാഷണങ്ങളെന്ന് പറയാം. ജനത്തെ തങ്ങൾ അടച്ചിട്ടിരിക്കുന്ന റൂമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ ശക്തിയുള്ള വചനങ്ങൾ, തെരുവിലേക്ക് ഇറക്കുവാൻ കഴിയുന്ന വചനങ്ങൾ, പ്രതികരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ആ വചനങ്ങൾ പറയുവാൻ കഴിഞ്ഞ മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായി നാം ആദരിക്കുന്ന മഹാത്മാഗാന്ധി, അദ്ദേഹം ഒരു വലിയ ക്രൗഡ് പുള്ളറായ പ്രഭാഷകനല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം ജനങ്ങളോട് ഇടപെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നൂറ്റാണ്ടുകളായ അടിമത്തത്തിൽ കിടന്ന ഒരു വലിയ രാഷ്ട്രത്തെ സ്വതന്ത്രമാക്കുവാൻ അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ പുറകിൽ, ഒരു പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ അണിനിരത്തുവാൻ മഹാത്മാവിന് കഴിഞ്ഞു. കേരളത്തിലെ മലയാളക്കരയിലെ പ്രഭാഷകരെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം എത്തുന്ന പേര് വി കെ കൃഷ്ണമേനോൻ്റെ പേരാണ്. വി കെ കൃഷ്ണമേനോൻ, അദ്ദേഹം UN-ൽ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം 8 മണിക്കൂറായിരുന്നു. 8 മണിക്കൂർ നീണ്ട ഒരു പ്രഭാഷണമാണ് വി കെ കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയത്. ആ പ്രസംഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അത് പ്രഭാഷകരുടെ പാഠപുസ്തകം എന്നാണ് പറയുന്നത്. പ്രഭാഷകരുടെ പാഠപുസ്തകം. ഒരു പ്രസംഗം പ്രഭാഷണമായി മാറുന്നത് അല്പസ്വല്പ വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഒരുപക്ഷെ എല്ലാവർക്കും പ്രസംഗിക്കുവാൻ കഴിയും, പക്ഷെ എല്ലാവർക്കും ഒരു പ്രഭാഷകനായി തീരുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. ഒരു പ്രസംഗം സംക്ഷിപ്ത രൂപത്തിൽ ചില വിഷയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ, ഒരു പ്രഭാഷണം അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയും അത് കേൾവിക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ശുദ്ധമായ ഭാഷയിൽ നല്ല വിവരണത്തോടുകൂടെ അതിനെ വെളിപ്പെടുത്തി ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് ആശയങ്ങളെ സംവേദിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു പ്രസംഗം പ്രഭാഷണമായിട്ട് മാറുന്നത്. ഞാൻ ഈ പറഞ്ഞ വി കെ കൃഷ്ണമേനോനൊക്കെ ആ കഴിവുകൾ ധാരാളം ഉപയോഗിച്ചവരാണ്. പേരെടുത്ത് പറയുവാൻ ഒരുപാട് പേരുണ്ട്. കേരളത്തിൻ്റെ ക്രൈസ്തവ ചരിത്രം എടുത്താലും KV സൈമൺ സാറ്, അതുപോലുള്ള ആരംഭകാല ക്രൈസ്തവ പ്രഭാഷകർ, KE എബ്രഹാം സാറ്, KG തോമസ് മുതലായവരൊക്കെ ക്രൈസ്തവ സന്ദേശം, ക്രിസ്തുയേശുവിലൂടെ ലഭിക്കുന്ന വിടുതലിൻ്റെ നിത്യജീവൻ്റെ സന്ദേശം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവരുടെ പ്രഭാഷണങ്ങൾക്കായിട്ടുണ്ട് ദൈവം അതിനുവേണ്ടി അവരെ ഉപയോഗിച്ച വ്യക്തിത്വങ്ങളാണ്. നാം ചിന്തിക്കുന്ന യേശുവിൻ്റെ ഈ പ്രഭാഷണം, ഗിരിപ്രഭാഷണം എന്നുള്ള പേരിൽ നാം പേരിട്ട് വിളിക്കുന്ന ഈ പ്രഭാഷണത്തിന് ഗിരിപ്രഭാഷണം എന്ന പേര് നൽകിയത് സെൻറ്റ് അഗസ്റ്റിൻ AD 354 മുതൽ 430 വരെയുള്ള കാലഘട്ടത്തിൽ ഹിപ്പോയിൽ ജീവിച്ചിരുന്ന സെൻറ്റ് അഗസ്റ്റിൻ ആണ് ഈ പ്രഭാഷണത്തിന്, യേശുവിൻ്റെ ഈ പഠിപ്പിക്കലുകൾക്ക് സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്ന പേര് ആദ്യമായി വിളിച്ചത്. മനസ്സാന്തരത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ ദൂത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. അതായത് സുവിശേഷത്തിൽ ഇതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എവിടെയാണ് ഈ പ്രസംഗത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം? തിബരിയാസ് നഗരത്തിൽ നിന്ന് 8 മൈൽ അകലെ
അല്ലെങ്കിൽ കഫർനയിൽ നിന്ന് 2 മൈലോളം മാറി തിബരിയാസ് കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏകദേശം 500 അടി ഉയരമുള്ള ഒരു ചെറിയ മൗണ്ടൻ, അതിൻ്റെ താഴ്വരയിൽ കൂടി വന്ന ജനങ്ങളോടാണ് യേശു ഈ പ്രഭാഷണം നടത്തുന്നത്. യേശു എവിടെ പോയാലും അതിൻ്റെ കൂടെ അവൻ്റെ വാക്കുകളെ ശ്രവിക്കുവാൻ, അവൻ്റെ പഠിപ്പിക്കലുകളെ ഉൾക്കൊള്ളുവാൻ, ഏറ്റെടുക്കുവാൻ ഒരു വലിയ പുരുഷാരം എപ്പോഴും അവനെ പിൻപറ്റിയിരുന്നു. ഒരു ഗ്രാമം മുഴുവൻ, ഒരു പട്ടണം മുഴുവൻ യേശു പോകുന്നിടത്ത് അവനെ അനുഗമിക്കുന്ന ആ കാഴ്ചകളൊക്കെ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഇവിടെയും യേശുവിൻ്റെ ശിഷ്യന്മാർ, തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ, അല്ലാതെയുള്ള അവൻ്റെ ഫോളോവേഴ്സ്, യഹൂദ പ്രമാണിമാരും യഹൂദ സഭയുടെ പ്രതിനിധികളുമൊക്കെയായി ആ ദേശത്തും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു വലിയ ജനക്കൂട്ടം ഇവൻ എന്താണ് പറയുന്നതെന്ന് അറിയുവാനായിട്ട് ആ താഴ്വരയിൽ തടിച്ചുകൂടിയപ്പോൾ ആ മലമുകളിൽ കയറി ഉയർന്ന പീഠത്തിൽ, ഉയർന്ന ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് യേശു സംസാരിച്ചു തുടങ്ങി. അതാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ ഏകദേശമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. യഹൂദ റബിമാരും ശാസ്ത്രിമാരുമൊക്കെ ഒരു ഉയർന്ന പീഠത്തിലിരുന്നാണ് പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അത് അവരുടെ ഒരു കീഴ്വഴക്കമായിരുന്നു. ഒരു ഉയർന്ന പീഠത്തിൽ, ഒരു ഉയർന്ന സ്ഥലത്തിരുന്ന് അവർ പഠിപ്പിക്കുമ്പോൾ അതിന് അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന കീഴ്വഴക്കമനുസരിച്ച് അധികാരമുള്ളവൻ, അധികാരത്തോടെ ഒരു വിഷയം സംസാരിക്കുന്നവൻ, അധികാരത്തോടെ ചിലത് പഠിപ്പിക്കുന്നവൻ ഉയർന്ന പീഠത്തിലിരുന്ന് സംസാരിക്കണം. അതുകൊണ്ടാണ് യഹൂദ റബിമാരും ശാസ്ത്രിമാരുമൊക്കെ ഉയർന്ന പീഠങ്ങളിലിരുന്ന് സംസാരിക്കുവാനിടയായി തീർന്നത്. നാം പഠിക്കു വരുന്ന വേദഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം, അതായത് 7-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്: ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, റബിമാരും ശാസ്ത്രിമാരും ഒക്കെ ഉയർന്ന പീഠത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ അത് ആധികാരികതയെ കാണിക്കുന്നതാണെങ്കിൽ, യേശു ഗിരിപ്രഭാഷണ ചിന്തകൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം പറഞ്ഞ അഭിപ്രായമാണ്: ഞങ്ങളുടെ ശാസ്ത്രിമാരൊക്കെ സംസാരിക്കുന്നത് പോലെയല്ല, ഇവൻ അധികാരത്തോടെയാണ് സംസാരിക്കുന്നത്. അവൻ്റെ ആ അധികാരത്തിൽ, അവൻ്റെ പ്രസംഗത്തിൽ, അവൻ്റെ സംസാരത്തിൽ അവർ വിസ്മയിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റ് വാക്യങ്ങളൊക്കെ നാം വായിച്ചാൽ സുവിശേഷത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, മറ്റ് വാക്യങ്ങളിലൊക്കെ അധികാരത്തോടെ സംസാരിച്ചുവെന്നും എല്ലാവരും അവൻ്റെ വാക്കുകളെ പുകഴ്ത്തിയെന്നും അവൻ്റെ വാക്കുകളിൽ വിസ്മയിച്ചുവെന്നും അവൻ്റെ വാക്കുകൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കി, അതിൻ്റെ മേൽ, ഭൂതങ്ങളുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേൽ അവൻ അധികാരമുണ്ടായിരുന്നു എന്നും, വിദ്യാഭ്യാസമില്ലാത്ത, ചെയ്യാത്ത ഇവൻ അറിവുള്ളവനെ പോലെ, ശാസ്ത്രം അറിയുന്നവനെ പോലെ സംസാരിക്കുന്നു. മറ്റൊരു കൂട്ടർ പറയാണ്, ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഇതുവരെയും സംസാരിച്ചിട്ടില്ല. യേശുവിൻ്റെ വാക്കുകളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ, യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ വന്ന യഹൂദന്മാരുടെ, അവരുടെ പ്രമാണിമാരുടെ, ആ ഫോളോവേഴ്സിൻ്റെ അഭിപ്രായം, വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല.
എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ, നാം തുടർമാനമായി ഇന്ന് ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ ഈ ചിന്ത, ഗിരിപ്രഭാഷണത്തിൻ്റെ ചിന്തകൾ യേശുവിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമ്മിൽ വർദ്ധിപ്പിക്കുവാൻ, യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചും യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും യേശു എന്ന ദൈവപുത്രനെ നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിൽ വളരെ ശക്തമായി വരച്ചിടുവാൻ ഉതകുന്ന ചിന്തകളായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. മഹാത്മാഗാന്ധി ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ഗിരിപ്രഭാഷണം വായിച്ചു കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു ഒരു അധ്യാപകനല്ല. ഹീസ് നോട്ട് ജസ്റ്റ് എ മാസ്റ്റർ, ഹീസ് ദ മാസ്റ്റർ ഓഫ് മാസ്റ്റേഴ്സ്. അവൻ ഗുരുക്കന്മാരുടെ ഗുരുവാണ്. ഒരു ക്രൈസ്തവ നേതാവ് പറഞ്ഞ അഭിപ്രായമല്ല, ലോകമാദരിക്കുന്ന മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. ഗിരിപ്രഭാഷണം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് യേശു ഗുരുക്കന്മാരുടെ ഗുരുവാണ്. ഈസ് എ മാസ്റ്റർ ഓഫ് മാസ്റ്റേഴ്സ്. ആ യേശുവിൻ്റെ ഗിരിപ്രഭാഷണ ചിന്തകൾ നമ്മുടെ നിഷ്പക്ഷ മനസ്സുകളെ തട്ടി ഉണർത്തുമെന്ന് ഞാൻ കർത്താവിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിലെ ചിന്തകൾ മനസ്സിലായി കഴിയുമ്പോൾ, മനസ്സിലാക്കിയവരെല്ലാം ഒരുപോലെ പറയുന്നത്, ഗിരിപ്രഭാഷണം കൊണ്ട് യേശു ലോകത്തിൻ്റെ ആചാര്യനും മാർഗദർശിയുമായി മാറിയെന്ന്. യേശു ലോകത്തിൻ്റെ ആചാര്യനും മാർഗദർശിയുമായി മാറി. ഞാൻ എൻ്റെ ചിന്തകളെ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, ഗിരിപ്രഭാഷണ ഇതളുകൾ എന്നുള്ള പേരിൽ നാം തുടങ്ങുന്ന ചിന്ത ഇന്നിവിടെ ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, നാം ആയുസ്സോടെ ഇരുന്നാൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർമാനമായി ഇതിൻ്റെ ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എനിക്കായും പ്രാർത്ഥിക്കൂ, നിങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ നാമം നമ്മളിലൂടെ മഹിമപ്പെടട്ടെ. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.